നൈറ്റ് 9 o'clock നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 11 o'clock നമ്മുടെ ജോബ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 1:30 ഒക്കെ എക്സാമ്പിൾ ഒരു 70 കിലോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അയാളുടെ ശരീരത്തിന് എത്ര പ്രോട്ടീൻ വേണ്ടി വരും? ഒരു 70 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണ്ടി വരും. അതായത് 3 times എ മീൽ, 3 നേരം നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തി സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ചൂസ് ചെയ്യാം. അതായത് 2 ആൽമണ്ട്സ് തലേന്ന് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട്. നമസ്കാരം, ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളും അത് എങ്ങനെയാണ് നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഈ ഒരു ആധുനിക കാലത്ത് ഒട്ടനവധി പേരാണ് നൈറ്റ് ഷിഫ്റ്റ് ജോബ് ചൂസ് ചെയ്തിട്ടുള്ളത്. സാലറി പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും അല്ലെ. രാവിലെ തൊട്ട് ഈവനിങ് വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതലായിരിക്കും നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ നല്ലൊരു പാക്കേജ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ കുറെ വേറെ പല പാക്കേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല, കാരണം ഈ രാത്രിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മളോട് തന്നെ പേഴ്സണലി ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഇത്രയും വർഷം നമ്മൾ ശീലിച്ചു കൊണ്ടുവന്ന ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ മാറി വേറെ തന്നെ ഒരു റുട്ടീൻ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോയൊരു അവസ്ഥയാണെന്ന്. അപ്പൊ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യൽ ടൈം പീരീഡിൽ. നിങ്ങളത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ചിലപ്പോൾ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് അത് എത്തിച്ചേരേക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, മാനസിക സമ്മർദ്ദം, ഹൃദ്രോഗം, പൊണ്ണത്തടി എന്നിങ്ങനെ. ഇതൊക്കെ നിങ്ങളിൽ എല്ലാവരെയും ബാധിക്കുമോ എന്നൊരു ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിപ്പോ മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിലും സ്ലീപ്പിന്റെ കാര്യത്തിലും എക്സസൈസിന്റെ കാര്യത്തിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലും എന്നിങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഏത് ഷിഫ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പണി കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം രാത്രി ഒരു 11 o'clock നിങ്ങൾക്ക് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് വിചാരിക്കാം. അപ്പോൾ മിനിമം നിങ്ങൾ ഒരു 9 o'clock ഒരു 2 hour മുന്നേ എങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കാം. സോ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ രാത്രി ഒരു 9 മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓഫീസിലേക്ക് എത്തി ജോബ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഒരു 2 or 3 hours കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രേവിങ്സ് വരികയാണെങ്കിൽ, കാരണം മിഡ് നൈറ്റ് ആണല്ലോ, ക്രേവിങ്സ് വരികയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് കഴിക്കാം. വെറുതെ ഇങ്ങനെ ലേസും കുർക്കുറയും പോലുള്ള സാധനങ്ങൾ കഴിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 5 o'clock 6 o'clock ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശപ്പ് വരും. ഇപ്പൊ ഒരു 4-5-6 hours കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ഫുഡ് കഴിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചപ്പാത്തി, കറി അല്ലെങ്കിൽ ദോശ, കറി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതൊക്കെ കഴിക്കാം. അപ്പം ഒരു 5:30 അല്ലെങ്കിൽ 6 o'clock കഴിച്ചു. നിങ്ങളുടെ വർക്ക് ഷെഡ്യൂൾ തീരുന്നത് ഒരു 7 o'clock ആണെങ്കിൽ ഓക്കെ, ജോലി കഴിഞ്ഞു വീട്ടിലെത്തുന്നത് ഓൾമോസ്റ്റ് ഒരു 7-7:30 നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് പോയി കിടന്നുറങ്ങണ്ട. കാരണം നമ്മളിപ്പം മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താ പറയാ, വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പോയി കിടക്കുവോ? ഇല്ല. നമ്മളൊന്ന് ഫ്രഷ് ആയി നമ്മൾ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ചിലപ്പോൾ പുറത്ത് പോയി, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആവുക, ഒന്ന് ബോഡിയൊക്കെ റിലാക്സ് ആവുക, കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. അപ്പം ഉറക്കം വരുന്ന ആ ഒരു ടൈം ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സമാധാനമായിട്ട് കിടക്കാം. കാരണം എന്തായാലും ഒരു 1-1.5 hour എങ്കിലും ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നു എന്നൊരു ഇതും കൂടി നിങ്ങളുടെ മൈൻഡിൽ വരില്ല അല്ലെ. കാരണം നമ്മൾ നേരത്തെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കിടക്കാം. കിടക്കുന്ന സമയത്ത് എപ്പോഴും റൂം നല്ല ഡാർക്ക് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ രാത്രി എങ്ങനെയാണോ കിടക്കേണ്ടത് അതുപോലെ റൂം ഡാർക്ക് ആക്കാം. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് രാവിലെ ലൈറ്റ് ഉണ്ട്, ശബ്ദങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് മാറി എത്രത്തോളം നിങ്ങളുടെ റൂം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചെയ്യാം. നല്ല ഡാർക്ക് കർട്ടൻസ് യൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ അതിനൊന്ന് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ നൈറ്റ് ബ്ലൈൻഡേഴ്സ് കണ്ണിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബ്ലൈൻഡേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇയർ പ്ലഗ്സ് വല്ലതും വെക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. ഓൾമോസ്റ്റ് ഒരു 6-7 hours എങ്കിലും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയി അതിനുശേഷം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. നമ്മൾ ഇത്രയും വർഷം ശീലിച്ച ഒരു കാര്യം
കാര്യത്തിൽ നിന്നും പെട്ടെന്ന് നമ്മൾ നേരെ ഉൾട്ട പോലെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസും അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരിക്കലും കിടക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഒരു 1, 2, 3 മണിക്കൂർ മുൻപ് കഫീൻ പ്രൊഡക്ട്സും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കോഫി, ടീ അത്തരത്തിലുള്ള സ്റ്റിമുലൻസ് നിങ്ങൾ കുടിക്കാതിരിക്കുക. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഹെൽത്തി സ്നാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ചൂസ് ചെയ്യാം. അതായത് 2 ആൽമണ്ട്സ് തലേന്ന് തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നെക്സ്റ്റ് ഡേ നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കഴുകി നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1, 2 പിസ്ത യൂസ് ചെയ്യാം. അതുപോലെ ഫിഗ്, വാൾനട്ട് ഓരോന്ന് വീതം ഒക്കെ ഇടാം. പിന്നെ കുറച്ച് എന്താ പറയാ വെജിറ്റബിൾസ് ആണെങ്കിൽ അത് എടുക്കാം. അതും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡോ അല്ലെങ്കിൽ ചിയ സീഡ്സോ കുറച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ശരീരത്തിൽ പ്രോട്ടീൻ ഇൻസഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ക്രേവിങ്സ് വരാൻ ചാൻസസ് ഉണ്ട്. ക്രേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനോടായിരിക്കും കൂടുതൽ ആ ഒരു ഇതുണ്ടാവുക അല്ലേ, ഇഷ്ടം തോന്നുക. അതായത് കേക്ക്സും സ്വീറ്റ്സും ചോക്ലേറ്റ്സും അങ്ങനെ കൊഴുപ്പ് നിറഞ്ഞ അങ്ങനെയുള്ള കാര്യത്തിലേക്കും നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡ് പോവുക. അതായത് നമ്മുടെ ഗട്ട് ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഗട്ട് ഹെൽത്തിൽ തന്നെ ഗുഡ് ബാക്ടീരിയസും ഉണ്ട്, ബാഡ് ബാക്ടീരിയസും ഉണ്ട്. എത്രത്തോളമാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫുഡിനോട് നമുക്ക് ക്രേവിങ്സ് വരുന്നത് അത്രത്തോളം ബാഡ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെൽത്തി സ്നാക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് കഴിക്കാം. അതുപോലെ വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം. വളരെ ഹെൽത്തി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള സൂപ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഈ മുന്നത്തെ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. എല്ലാവരും അത് കണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 70 കിലോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അയാളുടെ ശരീരത്തിന് എത്ര പ്രോട്ടീൻ വേണ്ടി വരും? ഒരു 70 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണ്ടി വരും. അതായത് 3 ടൈംസ് എ മീൽ, 3 നേരം നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും മിനിമം ഒരു 20 to 22 ഗ്രാം എങ്കിലും ഓരോ ഡയറ്റിൽ ഓരോ ഫുഡിലും ഉണ്ടാവണമെന്ന് ശ്രദ്ധിക്കുക ഈ പ്രോട്ടീൻ. സോ അതിനായിട്ട് ഞാൻ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പറയാവുന്നതാണ്. അതായത് കറുത്ത ഉഴുന്ന്. അപ്പൊ കറുത്ത ഉഴുന്നിലാണെങ്കിൽ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 25 ഗ്രാം ആണ് അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിന്റെ കാർബോഹൈഡ്രേറ്റ് ലെവൽ എന്ന് പറയുന്നത്, കാർബ് എന്ന് പറയുന്നത് 59 ഗ്രാം ആണ്. അത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ചിക്ക് പീസ് എന്ന് പറയും. അതിന് 9 ഗ്രാം ആണ്. എന്നാൽ അതിന്റെ കാർബ് എന്ന് പറയുന്നത് 27 ഗ്രാം ആണ്. കിഡ്നി ബീൻസ് ആണെങ്കിൽ 9 ഗ്രാം ആണ് പ്രോട്ടീൻ, 23 ഗ്രാം തന്നെയാണ് കാർബ് വരുന്നത്. ആൽമണ്ട്, അതായത് നമ്മുടെ ബദാം, അത് ഒരു 100 ഗ്രാമിനകത്ത് ഒരു 21 ഗ്രാം ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ബദാം ഒക്കെ ഒരു 1, 2 മാത്രമേ കുതിർത്ത് കഴിക്കാറുള്ളൂ അല്ലെ. പിന്നെ ചനാ ഡാൾ ആണെങ്കിൽ 7 ഗ്രാം ആണ്. എന്നാൽ അതിന്റെ കാർബ് അടങ്ങിയിട്ടുള്ളത് 23 ഗ്രാം ആണ്. പിന്നെ ബേസൻ ആണെങ്കിൽ 22 ഗ്രാം ആണ് പ്രോട്ടീൻസ്, 57 ഗ്രാം ആണ് അതിന്റെ കാർബ് വരുന്നത്. പിന്നെ കേർഡ് ആണെങ്കിൽ 3.5 ഗ്രാം ആണ് പ്രോട്ടീൻ വരുന്നത്, 5 ഗ്രാം ആണ് കാർബ് വരുന്നത്. പനീർ ആണെങ്കിൽ 18 ഗ്രാം ആണ് പ്രോട്ടീൻ, അതുപോലെ 1.2 ഗ്രാം കാർബ് വരുന്നു. ചിക്കൻ ആണെങ്കിൽ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ 29 ഗ്രാം ആണ് അതിലെ പ്രോട്ടീൻ വരുന്നത്, 3 to 4 ഗ്രാം ആണ് കാർബ് വരുന്നത്. എഗ് വൈറ്റ് മാത്രമാണെങ്കിൽ എഗ് വൈറ്റ് ആണെങ്കിൽ 3.5 ഗ്രാം പ്രോട്ടീനും അതുപോലെ 1 to 4 ഗ്രാം ആണ് അതിൽ കാർബ് അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു കംപ്ലീറ്റ് മുട്ട പുഴുങ്ങിയത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ 6.5 ഗ്രാം ആണ് അതിലെ പ്രോട്ടീൻ വരുന്നത്, എന്നാൽ 5 ഗ്രാം ആണ് അതിൽ കാർബ് വരുന്നത്. നെക്സ്റ്റ് മട്ടൺ ആണെങ്കിൽ 25 ഗ്രാം പ്രോട്ടീനും 21 ഗ്രാമോളം കാർബ് വരുന്നുണ്ട്. ഫിഷ് ആണെങ്കിൽ 10 to 25 ഗ്രാമോളം പ്രോട്ടീൻ വരുന്നുണ്ട്, 2 to 5 ഗ്രാമോളം കാർബും വരുന്നുണ്ട്. എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോട്ടീൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതി നിങ്ങൾക്ക് കാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏത് സമയത്തെ ഫുഡാണെങ്കിലും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ലൈറ്റ് ഫുഡ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓവർ ബ്ലോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ജോലി ടൈമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കും, ഉറക്കം വരും, ലേസിനെസ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സ് വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് 2 കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഒന്ന്, പ്രോട്ടീൻ ഇൻസഫിഷ്യൻസി, പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുന്നില്ല. രണ്ടാമത്തേത് നിങ്ങളുടെ സ്ട്രെസ് ലെവലാണ്. അപ്പൊ അത് നമ്മൾ മൈൻഡ് മാക്സിമം കാമാക്കി കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ട്രെസ് ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാമായിട്ടിരിക്കുക, കുറച്ച് ബ്രീതിങ് എക്സസൈസും യോഗയും അതുപോലെ എക്സസൈസും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ എത്തുമല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയതിനു ശേഷം നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കുറച്ചൊരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് യോഗ, ബ്രീതിങ് എക്സസൈസ് കിട്ടുന്ന ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ ആൾക്കാരുടെയും ടൈം ഷെഡ്യൂൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം യുക്തിപൂർവ്വം നിങ്ങൾക്ക് ഓരോന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരിക്കലും വയറ് നിറച്ചും കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക. ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിതമായിട്ടുള്ള ആഹാരം മിതമായിട്ടുള്ള അളവിൽ. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും ഉറങ്ങേണ്ട സമയവും റൂം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി വ്യക്തമാവുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.